പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തനതു വരുമാനവും ആഭ്യന്തര ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം മറികടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തനതു വരുമാനം 72% വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. റിസർവ് ബാങ്ക് കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. എന്നാൽ വസ്തുതകൾക്ക് പകരം കേരളത്തിന്റെ കടം പെരുകുന്നു എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗത്തുണ്ടായ പുരോഗതി, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടായ പുരോഗതി, മൊത്തത്തിൽ നാടിനുണ്ടായ പുരോഗതി, നമ്മുടെ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റം, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ആ കാര്യങ്ങൾ ആ രീതിയിൽ ആളുകളുടെ മുന്നിലെത്താറില്ല. പലപ്പോഴും മറ്റൊരു ചിത്രം ഉയർത്തിക്കാട്ടാനാണ് ഇവിടെ ശ്രമമുണ്ടാകുന്നത്. IT വികസനം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കാനായി. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും സ്ഥാപിച്ചത് കേരളത്തിലാണ്. സമാനമായ പല സംരംഭങ്ങൾക്കും തുടക്കമിടാൻ കേരളത്തിന് കഴിഞ്ഞു. കേരളം ആധുനിക വിജ്ഞാന ഉൽപാദനത്തിന്റെ കേന്ദ്രമായി മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇവയെല്ലാം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും കേരളം ഒന്നാമതായി. എല്ലാ മേഖലകളും മുന്നേറ്റം കൈവരിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ മേഖലകളിൽ നിന്നുള്ള 500ഓളം പ്രതിനിധികളാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, കണ്ണൂർ.